90കളിൽ രൂപപ്പെട്ട് വളരെ വ്യത്യസ്തമായ മുജാഹിദ് പ്രസ്ഥാനം ഏറെക്കാലം അതിൻ്റെ പണ്ഡിതന്മാർ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരാശയ ദിശയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തത്വം, രീതികൾ ഒക്കെ കൊണ്ടുവന്ന ആളുകൾ അവസാനം പുറത്തു പോയപ്പോൾ ആ പുറത്തു പോയവർ അവരിൽ പെട്ട ചിലരെങ്കിലും ചിന്തകൾ കൊണ്ട് സംഘടനാപരമായ നയങ്ങളിൽ മാത്രം യോജിച്ചുകൊണ്ട് ആശയപരമായി KNMൻ്റെ തന്നെ ഉള്ളിൽ നിന്നുകൊണ്ട് അവരെടുത്ത ചില പ്രവർത്തനങ്ങളുടെ അനന്തരഫലമായിരുന്നു യഥാർത്ഥത്തിൽ പിന്നീടുണ്ടായ പിളർപ്പ് എന്നത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ദീർഘമായ സമയം ഒന്നിച്ചു നിന്ന് ഇത് ശിർക്കല്ലെന്നും ഇവിടെ ശിർക്കില്ലെന്നും ഇത് ദുരാരോപണമാണെന്നും പറഞ്ഞവർ പെട്ടെന്നൊരു യൂട്ടേൺ എടുക്കുകയും അവർ പറഞ്ഞ ആ പ്രസംഗങ്ങൾ മുഴുവൻ യൂട്യൂബിലിരിക്കെ, ആളുകളുടെ കാതറ്റത്തിരിക്കെ അവർ തന്നെ മറുപടി കൊടുത്ത മറുകക്ഷിയുടെ അതേ വാചകങ്ങളും വാക്കുകളും എടുത്തുയർത്തിക്കൊണ്ട് മുജാഹിദ് സമൂഹത്തെ ഒന്നടങ്കം മുശ്രിക്കാക്കുന്ന, അവരെ ശിർക്കാരോപിക്കുന്ന രംഗങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ സാക്ഷിയായത്. അപ്പോഴായിരുന്നു വീണ്ടും രണ്ടാമതൊരിക്കൽ കൂടി ശിർക്കാരോപണം കടന്നു വന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത്തരം പ്രഭാഷകന്മാരുടെ ഇട്ടാൽ തീരാത്ത ഇന്ന് വൈകുന്നേരം വരെ ഇട്ടാൽ തീരാത്ത അത്ര ക്ലിപ്പുകൾ ഒരു 10 വർഷത്തിനിടയ്ക്ക് വ്യത്യസ്ത ഭാഷയിൽ അവർ ശക്തമായി ഈ വിഷയം സമർത്ഥിച്ചതുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഉറപ്പിച്ചുറക്കെ പറയാൻ കഴിയും, ജിന്നുമായി ബന്ധപ്പെട്ട് ജിന്നിനെ വിളിക്കാനോ പ്രാർത്ഥിക്കാനോ തേടാനോ ചോദിക്കാനോ ഇടപെടാനോ ഉള്ള യാതൊരു പെർമിഷനും ഇസ്ലാം നൽകിയിട്ടില്ല. അത്തരം ദുർന്യായങ്ങളും ദുരാരോപണങ്ങളും വളരെ കൃത്യമായി സമൂഹത്തിന്റെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ചവർക്കുള്ള ശരിയായ ഉത്തരമാണ് കഴിഞ്ഞ 10 വർഷം പ്രവർത്തന പദ്ധതികൾക്ക് കൂടെ നിന്ന കേരളത്തിലെ മുജാഹിദുകൾ എന്ന കാര്യം കൂടി ഞാൻ ചേർത്ത് വെക്കുന്നു.